ഇനി ഗവൺമെന്റിന്റെ ഭാഗമായി മാറേണ്ടുന്ന ഒരു തീരുമാനം, ഗവൺമെന്റിന്റെ ഭാഗമായി മാറിയൊരു തീരുമാനം, അതിന് UDFന്റെ ആലോചനയുടെ ഭാഗമായി മാറ്റം വരുത്തുക എന്നുള്ളത് ഏത് രീതിയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പാലിക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ നിർദ്ദേശം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? യഥാർത്ഥത്തിൽ ബജറ്റിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കേണ്ടത് രാഷ്ട്രീയമായ കൂടിയാലോചന, ആ രാഷ്ട്രീയമായ കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടും ബഡ്ജറ്റിന്റെ ചർച്ച നടത്തി മറുപടി പ്രസംഗത്തിലും അദ്ദേഹം ഇങ്ങനെയൊരു നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് രൂപപ്പെട്ടു വന്നത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. വീര്യം കുറഞ്ഞ ഉപയോഗിച്ചുണ്ടാകുന്ന ഈ മദ്യത്തിന് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് നികുതി നിലവിലുള്ള 251% എന്നുള്ളത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറയ്ക്കുന്നത് മദ്യത്തിന്റെ വ്യാപനത്തിന് കാരണമാകും. മാത്രമല്ല, TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മുൻ എക്സൈസ് മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ ഈ ബക്കാഡിയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ആദ്യ അപേക്ഷ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ വിസ്തീർണം നൽകുമായിരുന്നു. അക്കാലത്ത് എക്സൈസ് മന്ത്രി കൂടിയായിരുന്നു TP രാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.